നല്ല ഗോൾഡൻ കളറിലെ ഇതുപോലെ കാണാൻ ഭംഗിയുള്ള മസാല ദോശ റെസിപ്പിയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റാണ്, അതുപോലെ ചെയ്തെടുക്കുവാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന അളവ് അതുപോലെ തന്നെ അതേ അളവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കൃത്യമായിട്ടുള്ള ഭംഗിയുള്ള മസാല ദോശ ലഭിക്കും. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അരിയാണ്. ഇത് സാധാ പച്ചരിയാണ്. ഇത് 1.5 കപ്പ് പച്ചരിയുണ്ട്. കഴുകി ക്ലീനാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. 1.5 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ഉഴുന്ന്, 1/2 കപ്പ് നിറച്ച് ഉഴുന്ന് കഴുകിയിട്ട് അതിന് മുകളിലേക്ക് വെള്ളം വരുന്ന രീതിയിൽ അതും 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇനി വേണ്ടത് അവലുണ്ട്, അവലുണ്ട്, അത് ഉലുവയുണ്ട്. ഉലുവ 1 ടേബിൾ സ്പൂണാണ്. അത് കുതിർത്തി വെക്കുക 1.5 മണിക്കൂർ. അവൽ കുതിർത്തേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. മുഴുവൻ നമുക്ക് ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് 2 ബാച്ചായിട്ട് നമുക്ക് അരച്ചെടുക്കുമ്പോൾ ചേർക്കേണ്ട വെള്ളം കുതിർത്ത് വെച്ചിരിക്കും അതേ വെള്ളം തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനൽ അരച്ചെടുക്കുക, ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ബേസിൽ അത്യാവശ്യം സ്പേസ് ഉള്ള, കാരണം ഇത് പൊളിച്ച് പൊന്തി വരാനുള്ളതാണ്, അത് അത്യാവശ്യം സ്ഥലമുള്ള ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു വെക്കാം. അതുപോലെ രണ്ടാമതും അതേ അരി തന്നെ നമുക്ക് ബാക്കിയുള്ളത് അരച്ച് വെക്കാം. ആദ്യം അരിയാണ് അരച്ചെടുക്കുന്നത് നല്ലത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ രണ്ടാമത് അരച്ച് ചേർക്കുന്നത്. ഇനി മിക്സിലേക്ക് ഉഴുന്ന്, മുകളിൽ ഉലുവ, അതിന് മുകളിൽ ഈ സമയത്ത് കുതിർത്തെടുത്ത അവലാണ്. നേരത്തെ കുതിർത്തേണ്ട ആവശ്യമില്ല. ഇത്രയും ചേർത്ത് ഇതുപോലെ നല്ല അരച്ചെടുക്കുക. ഉഴുന്നരക്കുമ്പോൾ ഇത്രയും മാത്രം വെള്ളം മതി, അധികം വെള്ളം വേണ്ട. ഇനി ഇത് രണ്ടും, അതായത് അരി അരച്ചതും ഉഴുന്നരച്ചതും നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ കൈയാണ് ഉപയോഗിക്കുന്നത്, സ്പൂണല്ല. കാരണം കൈ ക്ലീനാക്കിയ ശേഷം ഇതുപോലെ കഴുകി ക്ലീനാക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫെർമെൻറ്റേഷൻ പുളിപ്പൊക്കെ കൃത്യമായ രീതിയിൽ വരും. നല്ല സോഫ്റ്റ് ആയിരിക്കും, പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ കൈ കഴുകി ക്ലീനാക്കിയിട്ട് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ പരിശ്രമിക്കുക. ഇങ്ങനെ മിക്സിംഗ് എല്ലാം കറക്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു 8 മുതൽ ഒരു 10 മണിക്കൂറെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യണം. ചൂടനുസരിച്ച് വ്യത്യാസം വരും. ഞാനിപ്പോൾ 8 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുള്ളൂ, അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട്. അപ്പോൾ സമയമായിട്ടുണ്ട്, തുറന്ന് നോക്കാം. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, അതിൻ്റെ വക്കോൾ നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് 2 സമയത്ത് ചേർക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം ചേർക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല. ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഇനി കൈ ഉപയോഗിക്കേണ്ട, സ്പൂൺ ഉപയോഗിച്ചാൽ മതി. അത് വളരെ സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യേണ്ട, കാരണം അതിൻ്റെ ഉള്ളിൽ ബബിൾസും പുറത്തേക്ക് ആദ്യം പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയാണ്. വളരെ സമാധാനത്തിൽ സ്ലോ ആയ രീതിയിൽ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ കാണുന്ന ഒരു വെള്ളത്തിൻ്റെ അളവാണ് ദോശ കൃത്യമായിട്ട് വരുന്നത്, എങ്കിൽ മാത്രം നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇനി നോൺ സ്റ്റിക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് അതിൻ്റെ ചൂട് കറക്റ്റാക്കാൻ ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കുറച്ച്, ഞാൻ സാധാരണ ഇതുപോലെയല്ല, കുറച്ചും കൂടി വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അതൊന്ന് മുഴുവൻ ചുറ്റിക്കും, കാരണം ചൂട് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആവാൻ വേണ്ടിയാണ്. ഇനി ചുറ്റിച്ചിടെ വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം. മാവ് ഒഴിക്കുമ്പോൾ സെൻറ്ററിലൊക്കെ ഒഴിച്ചെടുക്കാം, കാരണം എന്നിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും ഒരേപോലെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കണം. അത് വ്യത്യാസം വരാൻ പാടില്ല, എങ്കിൽ മാത്രമേ അത് ഭംഗി കിട്ടുള്ളൂ. ഇതുപോലെ നല്ല ഭംഗിയിൽ നൈസായ രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ചുറ്റിച്ച് ചേർത്ത് കൊടുക്കണം. അതാണ് മസാല ദോശക്ക് നല്ല ക്രിസ്പിയായ രീതിയിൽ കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. കറക്റ്റായ രീതിയിൽ നമ്മൾ അത് കല്ലിലേക്ക്, നമ്മൾ പാനിലേക്ക് ഇതുപോലെ ചേർക്കാന്നുള്ളതാണ്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി മീഡിയം ടു ലോ ഫ്ലെയിം, അത് കൂടാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ പതിയെ മുരിഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു പച്ചപ്പ് മാറി വരുമ്പോഴേക്കും നമ്മൾ നറുനെയ്യ് ചേർക്കാം, സൺഫ്ലവർ ഓയിൽ ചേർക്കാം, അതുപോലെ വെളിച്ചെണ്ണ ചേർക്കാം, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ചേർക്കുന്ന നറുനെയ്യാണ്, കാരണം അതാവുമ്പോൾ നല്ലൊരു മണമായിരിക്കും, മാത്രമല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മസാല ദോശ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പെട്ടെന്ന് ആയിക്കഴിഞ്ഞാൽ ദോശ മുരിഞ്ഞ് കിട്ടില്ല, ഒരു വെളുത്തന കളറായിരിക്കും. നമുക്ക് വേണം ഇതുപോലെ നല്ല ഗോൾഡൻ കളറിൽ ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 മിനിറ്റെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ 1-2 പ്രാവശ്യം നറുനെയ്യ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും വെയിറ്റ് ചെയ്യുക. മൊത്തത്തിൽ ഒരു 4 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും 4 മിനിറ്റ്, 8-9 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല ഗോൾഡൻ കളർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ആവാനുണ്ട്. ഉള്ളിൽ കറക്റ്റായ രീതി ഗോൾഡൻ കളർ വന്നാൽ മാത്രമേ അത് മറിച്ചിടുമ്പോൾ നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്. ഇതിൽ മസാല ചേർത്ത് കൊടുക്കണം. മസാല ദോശ ആയതുകൊണ്ട് മസാല ഇറക്കണം. ഈ മസാല കൂട്ടി ഇപ്പം ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ വലുതായി പോവും. നാളെ ഇതിൻ്റെ വീഡിയോ മസാല എങ്ങനെ ചെയ്യുന്നുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ നന്നായി മറിച്ച് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ പോലെ സോഫ്റ്റായ ക്രിസ്പിയായ ഗോൾഡൻ രീതിയിലുള്ള മസാല ദോശ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. ഇത് ചൂടോടെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും.
കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇതുപോലെ 3 ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ഇഡ്ഡലിയാണ് ചെയ്യുന്നത്. അതിന് വേറെ പ്രത്യേക രീതിയിൽ ചെയ്യണം. അതിൻ്റെ വീഡിയോ വേറെ ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് രണ്ടാമത് ചെയ്തെടുത്താണ്. മൊത്തത്തിൽ 3 ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ആ ക്രിസ്പിനെസ് കൂട്ടുകയോ ഇറക്കുകയോ ചെയ്യാം. സദ്യക്ക് നിറനെയ്യ് ചേർക്കുമ്പോഴാണ് പ്രത്യേകമായ രുചി മണമൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, ചെയ്ത് നോക്കുക. തീർച്ചയായും നല്ല ഭംഗിയുള്ള ഈ ദോശ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിന് ശേഷം അടുത്ത പ്രാവശ്യമാണ് നമ്മൾ ഇഡ്ഡലിയുടെ മാവ് ചെയ്യുന്നത്. ആ ഇഡ്ഡലിയുടെ മാവ് ഇത് തന്നെയാണെങ്കിൽ അല്പം വ്യത്യാസം വരുത്തുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് കാര്യം അറിയാൻ വേണ്ടി നമ്മൾ ഈ അടുത്ത വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.